സാധാരണ നമുക്ക് ആരും ഡോളർ വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ സ്ലിപ്പ് കാണുന്നു, നമ്മൾ ഡോളർ റിലീസ് ചെയ്യുന്നു. അതായത് ഓൾറെഡി നമ്മളിത് രണ്ട് പ്രാവശ്യം വാങ്ങിയ പയ്യനാണെങ്കിൽ നമ്മൾ ഓക്കെ അയക്കുന്നു. ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ വേണമെങ്കിൽ വെരിഫൈ ചെയ്യും, വെരിഫൈ ലേറ്റ് ആവും. ഓക്കെ, അന്നേരം ചിലപ്പോൾ അയക്കും. അപ്പോൾ രണ്ട് പ്രാവശ്യം വാങ്ങി വിശ്വാസം നേടി മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനത്തെ സ്ലിപ്പാണ് വരണമെങ്കിൽ നമ്മൾ വിട്ടുപോകും. ഓക്കെ, പക്ഷേ ഇതൊരു ഫേക്ക് സ്ലിപ്പാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? ഇതൊരു ഫേക്ക് സ്ലിപ്പാണ്. ഇനി ഇതിൻ്റെ ഒറിജിനൽ സ്ലിപ്പ് കാണിച്ചു, ഇതിൻ്റെ ഒറിജിനൽ അല്ല, ഇതേപോലെ തന്നെ ICCയുടെ ഒരു ഒറിജിനൽ സ്ലിപ്പ് കാണിച്ചു തരാം. ഇത് കണ്ട ആ നിൽക്കുന്ന പൊസിഷൻ കണ്ട അതേ പോസ്റ്റർ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ആൾ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, മേളിൽ നിന്ന് ഇതാണുള്ള പോസ്റ്റർ, ആ ടൈലിൻ്റെ ഒക്കെ ഫോട്ടോ ഇതൊക്കെ അതേപോലെ തന്നെ ഒരു പോസ്റ്റർ. ഓക്കെ, ഇനി ഇത് ICICI ബാങ്കിൻ്റെ. ഓക്കെ, വലിയ വ്യത്യാസം കണ്ടു. ഇനി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി വേറെ രീതിയിൽ കാണിച്ചാൽ ഇങ്ങനെ നോക്കിയേ എങ്ങനെയുണ്ട്. ഓക്കെ, വ്യത്യാസം കാണാൻ പറ്റണ്ട എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് അയച്ചു പോകില്ലേ. ഇത് ഫേക്ക് സ്ലിപ്പ് പ്രിൻ്റ് ചെയ്തെടുത്ത് എങ്ങനെയാണ്, അത് 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ അക്കൗണ്ട് കൊടുത്തതിന് 15 മിനിറ്റിൽ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാർ സംഭവിച്ചതും പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് അടുത്തത്, ഇത് ഒരെണ്ണം ഒറിജിനൽ സ്ലിപ്പും ഒരെണ്ണം ഫേക്ക് സ്ലിപ്പുമാണ്. ഒരേ ഡേറ്റ്. ഓക്കെ, ഒരെണ്ണം അവൻ സ്കാമർ ഇടാൻ നോക്കിയിട്ട് അതേ പോസ്റ്ററിൽ അവൻ നിന്ന് മേളിൽ നിന്ന് ഫോട്ടോ എടുത്ത് CDMൽ നിന്ന് മേളിൽ നിന്ന് ഫോട്ടോ എടുത്തൊരു പോസ്റ്റർ. ഇത് ഒറിജിനലായിട്ട് ഇട്ട ക്യാഷ്. അതായത് ഇതിൻ്റെ ടൈം നോക്കിയേ, ഇതിൻ്റെ ടൈം എന്ന് വെച്ചാൽ 7 മണിക്ക് അവൻ ഏകദേശം 7 സംതിങ്ങിന് അക്കൗണ്ട് കൊടുത്തു. 15 മിനിറ്റിൽ അവൻ ഈ ഫേക്ക് സ്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവന് ഡൗട്ട് ഉണ്ടായിട്ട് അവൻ ഈ സ്ലിപ്പ് കണ്ടിട്ട് ഡൗട്ട് തോന്നി. തിരക്ക് പിടിക്കുന്ന സമയം ഡൗട്ട് തോന്നുന്നു. എന്നിട്ട് അവൻ കസ്റ്റമർക്ക് ചോദിച്ച് അത് സംഭവം കയറിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്കാമെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഈ അക്കൗണ്ട് ഞാൻ വാങ്ങിയിട്ട് ഞാൻ ക്ലിയർ ചെയ്തത്. ഇത് ഒറിജിനൽ കണ്ട. ഓക്കെ, ഇത് ഡ്യൂപ്ലി. ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്, എന്ത് സംഭവിച്ചത് എല്ലാം ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പഞ്ചാബിൻ്റെ നോക്കാം. പഞ്ചാബിൻ്റെ ഡേറ്റ് നോക്കിയേ, ഒരേ ഡേറ്റ്. ഓക്കെ, ഒരേ ഡേറ്റ്, സമയം മാത്രം വ്യത്യാസം. ഇത് ആദ്യം അവന് ഫേക്ക് സ്ലിപ്പ് കൊടുത്തത് വീർ ദുർഗ ദാസ് മാർഗ്. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, പുറത്താണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ അടുത്ത് തന്നെ ഫേക്ക് സ്ലിപ്പ് വരണ്ടോ. കേരളത്തിൽ ഫേക്ക് സ്ലിപ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്, താഴെ ഒട്ടിച്ച് വെക്കണത്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒറിജിനൽ സ്ലിപ്പ് വന്നത്. ഇത് തമ്മിൽ വ്യത്യാസം നോക്കിയേ. കളറ് ഇതൊക്കെ നോക്കാൻ പറ്റുമോ, ആ സമയത്ത് തിരക്കിൽ നോക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഈ പഞ്ചാബിൽ ഇതേ കളറിൻ്റെ ഒരു വ്യത്യാസം കണ്ട. മറ്റേ ഇത്തിരി ഫെയ്ഡ് ആയിട്ടുള്ള ഇതാണ് ഭയങ്കര കളർഫുള്ളാണ്. എന്നാലും പ്രിൻ്റ് എന്ത് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്തേക്കണം. നോക്കിയാൽ ഇതിൻ്റെ ഫോണ്ട് കണ്ട് ഇത്തിരി ഡാർക്കാണ്, വേറൊരു ഇതാണ്. ഇത് കണ്ട് ഇത്തിരി സിമ്പിളാണ്, അധികം കട്ടിയൊന്നുമില്ല. എന്നാലും ഈ പേപ്പറൊക്കെ ഈ സൈസിന് അങ്ങനെ അവൻ ഒപ്പിച്ചെടുത്ത് അത് 10-15 മിനിറ്റിനുള്ളിലേ. അതും ഒരു സ്ലിപ്പല്ല, അവൻ 3 സ്ലിപ്പാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ വിശ്വാസം നേടാൻ വേണ്ടി. അതായത് ഏകദേശം 10-73 അക്കൗണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതാണ് അവർ ഏറ്റവും വലിയ അവരുടെ കള്ളന്മാരുടെ ബ്രില്യൻസ്. അതായത് ആ സ്ലിപ്പ് ഉണ്ടാക്കാൻ അത്ര ടൈമും മതി അവർക്ക്. 77,500 പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അതിൽ ഒറിജിനലായിട്ട് ഒറിജിനൽ എത്ര കള്ളൻ ഇട്ടതെന്ന് വെച്ചാൽ 22,500, 55,000 അക്കൗണ്ട് 72,500. ശരിക്കും എൻ്റെ കൂട്ടുകാർ ഇട്ടത് 22,500, 53,500, 1,300. ഒന്നും ആലോചിക്കുക. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഒരേപോലെ ആ ഒരു പാറ്റേൺ കണ്ട. 2 സ്ലിപ്പിൽ അവർ തീർത്തു. ഒറ്റയടിക്ക് 75,500 ഒറ്റ സ്ലിപ്പിൽ തീർത്തില്ല. മനസ്സിലായ? ഇതാണ് റിയൽ ഒരെണ്ണം കണ്ട 53,500, പിന്നെ 1,500, പിന്നെ അതിൻ്റെ ഇതുണ്ട്. ഓക്കെ, 22,500. അത് ഞാൻ അവൻ്റെ കളി നോക്കി 22,500. പിന്നെ എന്തിട്ടാ മറ്റേത് എവിടെയാണ് പോട്ടെ, എന്തായാലും. അപ്പോൾ സംഭവങ്ങൾ മനസ്സിലായി തുടങ്ങി. ഇനി ഇതിൻ്റെ ICICI ബാങ്ക് നമ്മൾ നോക്കി. ICICI ബാങ്കിൻ്റെയും കൂടെ വ്യത്യാസം നോക്കാം, ഫേക്കും ഒറിജിനൽ തമ്മിൽ. ഏതാ ഇത് റിയൽ, ഇത് ഉണ്ടോ പ്രിൻറ്റിങ് കണ്ട. എന്താ പ്രിൻറ്റിങ്, മെഷീൻ ഇത്ര സെറ്റപ്പായിട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇത് മെഷീൻ കണ്ട, മെഷീൻ കുറച്ചുകൂടെ ഫെയിലാണ്. മെഷീൻ്റെ സ്ലിപ്പിൻ്റെ പുറകിൽ സേവിങ്സ് സേവ് ട്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, സേവിങ്. പിന്നെ മേളിൽ പുറകിൽ ബാങ്കിനുള്ള ICICI ബാങ്കിൻ്റെ പ്രിൻറ്റും എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് സാധാ പേപ്പറില്ല, ഇതിലങ്ങനെ ഇതിലും വരുത്തിയിട്ടുണ്ടോ അതേ പേപ്പറൊക്കെ എങ്ങനെ ഒപ്പിക്കണം. ഇത് റീലൊക്കെ എവിടെ നിന്ന് ഈ റീൽ ഉൾപ്പെടെ പേപ്പർ ഉൾപ്പെടെ അവരെവിടെ നിന്ന് ഒപ്പിച്ചേക്കണേന്ന് മനസ്സിലായി. ഈ നമ്മൾ SBIയിൽ പോയിരിക്കുമ്പോൾ കണ്ടിട്ടില്ല, SBIയിൽ ആ ഈ പ്രിൻ്റ് കൊടുക്കുന്നതിൻ്റെ റീൽ അവിടെ വെച്ചിട്ടുണ്ടാവും. അതായത് ആ പേപ്പറിൻ്റെ വട്ടം അവിടെ വെച്ചിട്ടുണ്ടാവും, വട്ടം അതുപോലെ അടിച്ചു മാറ്റിയിരിക്കും. അതിലുണ്ട് സേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിപ്പോഴാണ് കണ്ടത്. പക്ഷേ പോസ്റ്റർ അതാണ് അവന്മാരുടെ കളി. ഇത് റിയലിൽ ഒരാൾ ഫോട്ടോ എടുത്ത് അയച്ചതാണ്. ഇതിൻ്റെ ഡേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ICICI ബാങ്ക് അവന് കിട്ടിയ പണിയാണ്. ആക്ച്വലി അവന് ഡോളർ റിലീസ് ചെയ്തില്ല, പക്ഷേ അവൻ വേറെ ആരെ കൊണ്ടാണ് ഫില്ല് ചെയ്യിപ്പിച്ചത്. ഓക്കെ, മറ്റേതിൻ്റെ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടാണ് എനിക്ക് അവൻ ആ സ്ലിപ്പ് അയച്ചത്. ഇപ്പോൾ ഇതിലെ പോസ്റ്റർ ഉണ്ടാ, ഇത് കണ്ട കൈ പിടിച്ച് നിൽക്കണത്, ടൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഒറിജിനലാണ്, ടൈലും കാര്യങ്ങൾ കാണിച്ചത്. ഇനിയിപ്പോൾ അവരുടെ പോസ്റ്റർ ഇതാണ്. ഈ അഡ്രസ്സിലാണ് അവൻ സ്റ്റേക്ക് ചെയ്യാൻ നോക്കിയത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പോസ്റ്റർ ഇത് റിയൽ ഒരാൾ മേളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, താഴെ ടൈലും കാര്യങ്ങളൊക്കെ വരുന്നു.
ഫേക്കിലും അതേപോലെ തന്നെ ടൈല് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയേ, ഫേക്കിൽ ടൈല് ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് ആദ്യമേ ബാങ്കിൽ എത്തി കഴിഞ്ഞിട്ട് ഫോട്ടോ വയ്ക്കുന്നു, സി ഡി എമ്മിൽ എത്തിയെന്ന് പറഞ്ഞ് ഫോട്ടോ വയ്ക്കുന്നു. 10-15 മിനിറ്റിനുള്ളിൽ സംഭവം മെഷീൻ പ്രിൻ്റ് ചെയ്ത് സാധനം കിട്ടുന്നു, മനസ്സിലായി. അപ്പോൾ ഫോട്ടോ അയക്കുന്ന വേറെ ആരിലായിരിക്കും, ഇവൻ്റെ ഒരു സ്കാമർ രണ്ടുപേരായിരിക്കും. അവർ ഓൾറെഡി ഒരു സ്കാമർ അവിടെ ചെന്നിട്ട് ഫോട്ടോ അയക്കുന്നു, ആ ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, ഇവൻ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് അവൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, അവൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, മനസ്സിലായി. രണ്ടുപേരുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ പ്രിൻ്റർ അല്ലെങ്കിൽ പിന്നെ കടയുടെ അടുത്തായിരിക്കണം സി ഡി എം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും കേൾക്കണം. അതെല്ലാം ആവട്ടെ. എന്നാലും നിൽക്കണ പോസ്റ്റർ വരെ അവർ മിമിക് ചെയ്തേക്കണം. നോക്കിയാൽ ടൈൽ ഇത് ഫേക്കാണ്, പക്ഷേ ടൈല് താഴെ മേളിൽ നിർത്ത് വ്യൂ. ഒരത്തിൽ ചെരുപ്പ് വരെ ഉണ്ട്, ഇത് റിയലാണ്, ഇത് റിയൽ ചെരുപ്പ് പോകുന്നുണ്ട്. പിന്നെ ഇത് റിയൽ ചെരുപ്പ് പോകുന്നുണ്ട്. മിമിക് ചെയ്തിട്ട് കാല് വരെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ, കാല് വരെ കറക്റ്റായിട്ട് അവന്മാർ പെർഫെക്റ്റായിട്ട് വരുത്തത് കാണിച്ചു തരാം. അതെവിടെ പോയാവോ, ഒരെണ്ണമുണ്ടല്ലോ, എന്തായാലും അവിടെ എവിടെയാണോ. അതെ, ഇത് ഫേക്കാണ്, ഫേക്ക് സ്ലിപ്പാണ്. എന്നിട്ട് കാല് വരെ മിമിക് ചെയ്തേക്കണം. നോക്കിയേ താഴെ ടൈല്. എന്നിട്ട് പിന്നെ അവന്മാർ സി ഡി എമ്മിൽ പോയിട്ട് ഇട്ടിട്ടുണ്ടാവും, പെർഫെക്റ്റ് ആവാൻ വേണ്ടി സി ഡി എമ്മിലേക്ക് മറ്റവൻ പ്രിൻ്റ് ചെയ്തവൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവും, ഇവനത് മിമിക് ചെയ്ത് അതേപോലെ തന്നെ ഫോട്ടോ അയച്ചിട്ടുണ്ടാവും. എന്താ പെർഫെക്ഷൻ കള്ളന്മാരുടെ, ഡിജിറ്റൽ കള്ളന്മാരെന്ന് വെച്ചാൽ ഇതാണ് കള്ളന്മാർ. അപ്പോൾ ഡോളർ വിൽക്കണടുത്ത് വാങ്ങണടുത്തൊക്കെ ശ്രദ്ധിച്ചോ, ഓക്കെ. വിൽക്കണത് പ്രത്യേകം ശ്രദ്ധിച്ചോ. 2 പ്രാവശ്യം മര്യാദക്ക് നല്ല ഡീലൊക്കെ നല്ലോണം നടത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ലിപ്പ് അയക്കും, നമ്മൾ അന്വേഷിക്കില്ല, നമുക്ക് അന്വേഷിക്കും, ഫ്രണ്ട്സിന് ചോദിക്കാൻ സമയമില്ല, ഓക്കെ. ചിലപ്പോൾ റിപ്ലൈ കിട്ടാത്ത സമയമായിരിക്കും, നമ്മൾ ഡോളർ റിലീസ് ചെയ്യും. ചിലമാർ ധൃതി പിടിപ്പിക്കും, പക്ഷേ ഇവൻ ധൃതി ഒന്നും പിടിപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡോളർ വിൽക്കണം വാങ്ങൽ കണ്ടവന്മാരത് വാങ്ങാൻ നിൽക്കരുത്, ഓക്കെ. അതായത് ഹിന്ദിക്കാരുടെ മാക്സിമം ഒഴിവാക്കുക. പക്ക സ്കാമാണ്. ആദ്യം വിശ്വാസമൊക്കെ തെറ്റ് ഇത് വെക്കും, പക്ക സ്കാമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടവന്മാർ മൊബൈൽ നമ്പർ ആരൊക്കെ മൊബൈൽ നമ്പർ ഏതൊക്കെ മൊബൈൽ നമ്പറൊക്കെ വിളിച്ച് മൊബൈലിൽ നമ്മളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ സാധനം കൊടുക്കാൻ നിൽക്കരുത്. അറിയണ ട്രേഡർമാർക്ക് അറിയണ ട്രേഡേഴ്സിനെ ഇത് വാങ്ങി അറിയണ ട്രേഡേഴ്സിന് വിൽക്കുക, ഓക്കെ. മറിച്ച് വിൽക്കുക, ചെറിയ എമൗണ്ടിന് മറിച്ച് വിൽക്കുക, അപ്പുറത്ത് കയറിയത് ചോദിച്ചിട്ട് മാത്രം റിലീസ് ചെയ്യുക, ഓക്കെ. അങ്ങനെ കുറേ നല്ല മഴ എന്നിട്ട് സൗണ്ട് കിട്ടണമെന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ, ശ്രദ്ധിക്കുക. ആർത്തി പിടിച്ച് വലിയ എമൗണ്ടിന് പുറകെ പോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് താങ്ങാൻ പറ്റില്ല, ചെറിയ എമൗണ്ട് മാത്രം ചെയ്യുക, ചെറിയ ലാഭം എടുക്കുക, ഓക്കെ. അല്ലാണ്ട് വലിയ ആർത്തി എൻ്റെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ പണികൾ കിട്ടും. ഹിന്ദിക്കാരന്മാരെ ഒഴിവാക്കുക, ഓക്കെ. അത് ബൈ ഹാൻഡ് പിന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കുറേ പ്രശ്നങ്ങളുണ്ട്, ഇഷ്ടംമാതിരി കാശുമോ. ഈ ഫേക്ക് സ്ലിപ്പ് ഇതേപോലെ തന്നെ പണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ മറ്റേ അടിയിൽ അവരുടെ തന്നെ അക്കൗണ്ടിലേക്ക് 100 ഇട്ടിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് 49,900 ഇട്ടിട്ട് പിന്നെ താഴത്തെ സ്ലിപ്പ് മനസ്സിലായോ, നമ്മുടെ അക്കൗണ്ടിലേക്ക് വേറെ 100 ഇടും, എന്നിട്ട് മറ്റേ അക്കൗണ്ടിലേക്ക് സ്ലിപ്പ് ഇതിലേക്ക് ഒട്ടിച്ച് വെക്കുക, എമൗണ്ടൊക്കെ 49,900 എമൗണ്ട് ഇട്ടു. ഇത് മിക്കവർക്കും അക്കൗണ്ട് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ ചിലർ കമൻറ്റ് വന്ന് ചോദിക്കും വെരിഫൈ ചെയ്യാൻ പാടില്ലെന്ന്. വെരിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഉറങ്ങണമായിരിക്കും, നമുക്ക് വിൽക്കാണെങ്കിൽ ഉറങ്ങണമായിരിക്കും, അത് ചോദിക്കാൻ പറ്റാത്ത ഓൺലൈൻ കിട്ടാത്ത സമയമായിരിക്കും. അപ്പോൾ ഇവനിങ്ങനെ മിസ് കോൾ ചെയ്ത് ദുരിതം ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിലവരെ അറിയാമല്ലോ, ചോദിച്ചാൽ റിപ്ലൈ കിട്ടാൻ 1-2 കാര്യങ്ങൾ ദിവസം എടുക്കും, ചിലപ്പോൾ 1-2 ദിവസം എടുക്കുമായിരിക്കും, ചിലപ്പോൾ 1 ദിവസം എടുക്കുമായിരിക്കും, ചിലപ്പോൾ റിപ്ലൈ ഇടുന്നില്ല, ചിലപ്പോൾ വൈഫിൻ്റെയിലേക്ക് അക്കൗണ്ടിലേക്ക് അയച്ചത്, അപ്പോൾ അവിടെ നിന്ന് ബാലൻസ് നോക്കാൻ പറ്റില്ല, അങ്ങനെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഫേക്ക് പക്ക ഫേക്ക് ഇറങ്ങേണ്ട മക്കളെ സൂക്ഷിച്ചോ. പിന്നെ എന്താ പറയുക, ഒരു വീഡിയോ കൊണ്ട് ചെയ്യണം. അത് എന്തിൻ്റെ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞാവില്ല. ഞാനൊരു സ്കാമിൻ്റെ വീഡിയോ ഉണ്ട് ചെയ്തു തരണം. പിന്നെ ബൈ ഹാൻഡ് സ്കാം എന്ന് വെച്ചാൽ കണ്ടമാനുണ്ട്. ബൈ ഹാൻഡ് വെറൈറ്റി കാറിൽ നിന്ന് ഓടുന്നു, അവിടെ നിന്ന് ഓടുന്നു, ഇവിടെ നിന്ന് ഓടുന്നു, കാറിനകത്തിരിക്കുന്നു, പിന്നെ ബാഗ് കുറേയൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഷെയറൊന്നും ചെയ്യണ്ട. എന്തായാലും നിങ്ങളുടെ ഏതെങ്കിലും ഫേക്ക് പറ്റാണ്ട് ആർക്കും ഇരിക്കണമെങ്കിൽ വേണമെന്ന് കാണിച്ചു കൊടുത്തേക്കും. ഓക്കെ, ശരി എന്നാൽ ബൈ.